ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാറില്ല. പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. വേറൊന്നല്ല, ഇന്ന് ഗോകുല് മലയ്ക്ക് പോവാണ്, ശബരിമലയ്ക്ക് പോവാണ്, കെട്ടുതറയാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, ഫംഗ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ മെയിൻ ഇപ്പം ഞാൻ എണീറ്റിരിക്കുന്ന സമയം 4 മണി, 4:15 4:15 എണീറ്റത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തവണ ഒരു കന്നീസായി പോകുന്നുണ്ട്, ഒരു മാളികപ്പുറമുണ്ട്, ആമി ഇത്തവണ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രാവിലെ എണീറ്റ് കന്നിസാമി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ചിട്ടാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കെട്ടുതറ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൂടാൻ വേണ്ടി പോകുന്നത്. സോ അതിനെന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും, മെമ്മറീസ് ഉണ്ടാകും, പിന്നെ ഫാമിലിയിൽ ആൾക്കാരൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടങ്ങാടി എന്നൊരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിന്റെ വീഡിയോസും അത് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. ഞാൻ സെപ്പറേറ്റ് വ്ളോഗ് ആയിട്ട്, ഒരു റെസിപ്പി വ്ളോഗ് ആയിട്ട് ഇടാം. വേറെ ഒന്നല്ല, അത് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളൊരു ഹെൽത്തി കോംബോ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതിനൊരു ഭയങ്കര ഒരു ഹെൽത്തി ബോംബായിരിക്കും. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡാണ് ബോംബ് എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര ഹെൽത്തി ബോംബായിരിക്കും. സോ അതിന്റെ റെസിപ്പി വീഡിയോ ഉണ്ടാവും. അത് അപ്കമിങ് വീഡിയോയിലാണ്. ഞാൻ അതിൽ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് പോകുന്നത് നമുക്ക് നോക്കാം. ഞാൻ എന്താ കറക്റ്റ് ഒരു ഭാര്യയുടെ എല്ലാം ഞാൻ അങ്ങ് ചെയ്തിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. ഫ്രഷായി ഞാൻ താഴോട്ടേക്ക് പോട്ടെ. താഴോട്ടേക്ക് പോയിട്ട് എനിക്ക് കുക്കിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ആരും പേടിക്കണം. ഞാനല്ല കുക്ക് ചെയ്യുന്നത്. മാക്സിമം റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമ്മയും അച്ഛനും കൂടിയാണ്. ഞാൻ അതിനുള്ള കഴുകുക, പിടിക്കുക, പിന്നെ പാത്രങ്ങൾ കഴുകുക, ക്ലീനിങ്, കട്ടിങ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഹെൽപ്പ് ചെയ്തുള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് വേറെ ഒന്നും ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ട്. അച്ഛനാണ് കുക്ക് ചെയ്യാൻ പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൊട്ട് വൃത്തിയിലാക്കുന്നില്ല. ഞാൻ ആകെ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ കട്ടിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. നമ്മള് ട്രഡീഷണൽ ഐറ്റംസ് അല്ലെങ്കിൽ എട്ടങ്ങാടി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എട്ടങ്ങാടിയാണ് ഗായിന്റെ അടുത്ത് നിന്ന് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ മേടിച്ചായിരുന്നു. 8 ഐറ്റംസ് പറഞ്ഞു. തേങ്ങ ഉൾപ്പെടെയാണ് 8 കേട്ടോ. വലുത് ഇത് സിമ്പിൾ ആയിട്ട് വിശ്വസിക്കണം. ഞാൻ ഫുള്ളായിട്ട് വേർത്തു. എല്ലാം ഏകദേശം അരിഞ്ഞ് സെറ്റായി. ഇനി കുക്കിംഗ് ആണ്. നമുക്ക് അവിടെ താഴെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് സീനാണ്. അപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കറണ്ട് പോയാലോ എന്ന് കരുതിയിട്ട് അമ്മ അരപ്പൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മോർണിംഗ് റുട്ടീൻ. ഞാൻ എപ്പോഴും എന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോർണിംഗ് ബ്ലാക്ക് റൈസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കറുത്ത ഉണക്കമുന്തിരിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് കഴുകി നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, കഴിക്കുക. നല്ല ചേഞ്ച് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർത്താറില്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യും. പിന്നെ എനിക്ക് സപ്ലിമെന്റ്സ് എടുക്കാനുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി ഞാൻ ഇപ്പൊ ഒന്ന് റൂമിലേക്ക് വന്നാണ്. ഇതിനാ ബെസ്റ്റ് പാട്ട് എന്നറിയോ? അടിയിലേക്ക് കാണുന്ന സമയത്ത് കുറച്ച് മധുരമുണ്ട്, മുന്തിരിയുടെ ഒരു മധുരം, അത് ഈ വെള്ളത്തിലുണ്ടാവും. കഴിക്കാം. അത്രോ വളരെ സിമ്പിൾ. നല്ല നല്ല നല്ലതാണ്, വളരെ നല്ലതാണ്. ഇങ്ങനത്തെ റുട്ടീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു രാവിലെ 6:30, 7 ഒക്കെ ആവുന്ന സമയത്തേക്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടി നോക്കണം. പക്ഷെ എനിക്ക് മിക്കപ്പോഴും ഒന്നും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ കീപ്പ് ചെയ്യാറില്ല. പക്ഷെ അത് നിങ്ങൾ കീപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്, റുട്ടീനായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മോർണിംഗ് നേരത്തെ എണീറ്റ് 7 മണിക്കാകുമ്പോൾ ഇത് ചെയ്യണം. എനിക്ക് ചില സമയത്ത് ഇങ്ങോട്ടേക്ക് റെഗുലർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറുണ്ട്. പക്ഷെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹാബിറ്റ് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഹാബിറ്റ്സ് കീപ്പ് ചെയ്യണം. ബെസ്റ്റാണ്. പിന്നെ ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം, ഹെൽത്ത് തന്നെ ഫോക്കസ് ചെയ്യണം. പിന്നെ ഞാൻ ഈ അടുത്ത് അറിഞ്ഞൊരു കാര്യം, നമുക്ക് ഈ ചുണ്ടൊക്കെ ഡ്രൈ ആവുക അല്ലെങ്കിൽ നമുക്ക് തേഴ്സ്റ്റി ഫീലിംഗ് വരത്തില്ലേ, അത് ആക്ച്വലി നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയതിനു ശേഷം നമുക്ക് വരുന്നത് സിമ്പിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്
ചുണ്ട് ഡ്രൈ ആവാനും അതുപോലെ തന്നെ ദാഹം എന്നൊരു ഫീല് വരാനും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയാലും ദാഹം വരാം. ഡീഹൈഡ്രേഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ബ്രേക്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ബെറ്റർ ആണ്. അപ്പൊ താഴെ എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പൊ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കിഴങ്ങ് വർഗ്ഗം ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് കണ്ടാ കയ്യിലൊക്കെ കറയായി നല്ല രീതിക്ക് തൊലി കളയാനുണ്ട്. നമ്മുടെ മറ്റേ ക്യാരറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇത് ഫുള്ള് തൊലി കട്ട് ചെയ്ത് കളയണ്ടേ, മണ്ണ് ഒഴിവാക്കിയിട്ട്. അപ്പൊ നല്ല രീതിക്ക് താഴെ ടേബിൾ ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും കലങ്കോലായിട്ട് ഇരിക്കുകയാണ്. സോ അതിന്റെ ഒരു സെറ്റപ്പ് താഴെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബ്രേക്കിൽ ഞാൻ വന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളതൊന്നും വരും. കഞ്ഞി ഓൾമോസ്റ്റ് സെറ്റായി. പുഴുക്കും റെഡി ആയില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ ബേസിക്കും ഒരു 90% രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളത്തിന്റെ പ്രശ്നം ഒന്ന് ക്ലിയർ ചെയ്യണം. ആലപ്പുഴ ആയതുകൊണ്ട് ഇവിടെ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എല്ലാവരും വീട്ടിലും ഒന്നെങ്കിൽ പ്യൂരിഫയർ ഉണ്ടാവും. നമ്മളിവിടെ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ അതല്ല എങ്കിൽ മറ്റേ നമ്മൾ ഓഫീസുകളിലൊക്കെ വെക്കുന്ന ബോട്ടിലില്ലേ, ഇങ്ങനെ കമഴ്ത്തിക്ക് വെക്കുന്ന, അത് ഒന്നെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന്. അതുകൊണ്ട് പൈസ കൊടുത്തിട്ടാണ് വെള്ളം മേടിക്കുന്നത് അവരൊക്കെ. 20 ലിറ്ററിന് 20 രൂപ. അപ്പൊ 1 ലിറ്ററിന് 1 രൂപ നിരക്കിലാണ് ആ ഒരു ബോട്ടിൽ 1, 2, 3 ഒക്കെ വരെ എല്ലാവരും വീട്ടിലുണ്ടാവും. അതിൽ നിന്നാണ് എല്ലാവരും പാചകത്തിനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളം എടുക്കുന്നത്. അല്ലാത്ത ആളുകൾ പ്യൂരിഫയർ വെക്കും. പ്യൂരിഫയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്ര ശതമാനത്തിൽ കൂടുതൽ സോൾട്ടിന്റെ കണ്ടന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്യൂരിഫയറിന്റെ ടാങ്ക് എപ്പോഴും ഫുൾ ആക്കി വെക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ല എങ്കിൽ അതിന് പോകുന്ന വേസ്റ്റേജ് വാട്ടർ, നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ 3 ബോട്ടിൽ വെള്ളം അവിടെ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം അതും ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം, ആലപ്പുഴക്കാർക്കുള്ള ഒരു വലിയ പ്രശ്നം വെള്ളമാണ്. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വാട്ടർ അതോറിറ്റി, ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ഫംഗ്ഷൻ ഉള്ള സമയമാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഒന്നെങ്കിൽ KSEB ഒക്കെ പണിയും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി പണിയും. ഇന്ന് നമുക്ക് പണിയുന്നത് വാട്ടറാണ്. അപ്പം നോക്കട്ടെ, അതിന്റെ ഒരു സെറ്റ് ആക്കണം. പക്ഷെ ഇവിടുത്തെ വെള്ളം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ ഇവിടെ പോണ സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആലപ്പുഴ കവർ ചെയ്യുന്ന എല്ലായിടത്തിലും വെള്ളം മറ്റേ മിനറൽ വാട്ടർ അല്ലാണ്ട് മറ്റേ വെള്ളം വിൽക്കും. മറ്റേ വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റേതല്ല കേട്ടോ, ഏത് നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം തന്നെ 1 ലിറ്ററിന് 1 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 25% കടകൾ അതായിരിക്കും. അങ്ങനത്തെ ഒരു ഉപജീവനമാർഗ്ഗമുള്ള ആൾക്കാരുണ്ട്. കാരണം ഇവിടെ സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ വിചാരിച്ചതിൽ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് വേർപ്പൊക്കെ ഉണങ്ങണം. വെള്ളം പ്രശ്നമായതുകൊണ്ട് തന്നെ ഇനി കുളിക്കണമെങ്കിൽ ചിലപ്പോൾ ബോർവേ വെള്ളം അടിക്കേണ്ടി വരും. ബോർവേ എന്ന് വെച്ചാൽ കുഴൽക്കിണറിലെ വെള്ളം അടിക്കേണ്ടി വരും. അപ്പൊ ആ വെള്ളത്തിന് കുറച്ച് കളർ ചേഞ്ച്, ടേസ്റ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കുടിക്കാനോ അടുക്കള ആവശ്യങ്ങൾക്കോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല. കുളിക്കാനും ശരിക്കും അത് യൂസ് ചെയ്യരുത്. പക്ഷെ ഞങ്ങൾ അത്രയും വെള്ളം വരില്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ഞങ്ങള് അത് എടുക്കാറുള്ളൂ. അപ്പൊ മേ ബി ഇന്ന്, കാരണം ഇന്നിപ്പോ ഒരു നല്ല ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫ്രഷ് ആണ്. രാവിലെ മേലെ കഴിഞ്ഞിട്ടാണ് അടുക്കള കയറി. ഇനിയിപ്പോ എല്ലാവർക്കും ഒന്ന് കുളിക്കണം. കാരണം വൈകുന്നേരം അമ്പലത്തിൽ പോകാനുള്ളതാണ്. വൈകുന്നേരമല്ല, രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാണ്. ഗോകുന്ന് മാലയിടാണ്. ഇന്ന് ഞാൻ മാലയിടുന്നത്. ഇന്ന് മാലയിട്ടിട്ട് വൈകുന്നേരം ആമിയും ഗോകും കൂടെ പോവാണ് കെട്ടുതാറായിട്ട്. അതിലാണ് കുറെ ദിവസം മുന്നേ ഗോകും മാലയിട്ടിട്ടില്ല. ആമി കുറച്ച് ദിവസമായി, ആമി ഒരു 5-6 ദിവസമായി മാലയിട്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് കുളിക്കണം. അതാണ് ഏറ്റവും മെയിൻ, അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ വെള്ളമില്ല. ഞാനേ അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് കുളി അങ്ങ് പാസ്സാക്കി. ഇപ്പൊ ഒരു സമാധാനം ഉണ്ട്. ഇനി അമ്പലത്തിൽ പോകണം. മുടിയൊക്കെ നടക്കട്ടെ, എന്നിട്ട് കാണാം. ഞാൻ അങ്ങനെ ഒന്ന് ഷടപടാന്ന് ഒരുങ്ങി. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മേക്കപ്പ് ഇടാണ്. അല്ല, എന്നെ നാത്തൂരെ കാണാത്തവരെല്ലാരും കാണണം. ഇടക്കിടക്ക് മാത്രമേ ഈ ഐറ്റത്തിനോടെ കാണാൻ കിട്ടത്തുള്ളൂ, വർഷത്തിലൊരിക്കട്ടെ. പക്ഷെ കോമഡി എന്താണെന്നറിയാം, അഞ്ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുന്ന വ്ളോഗില്, പക്ഷെ ഇതുവരെ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. ഭാഗ്യം വന്നത്. 2 ചേച്ചിമാരാണ്. ഒരു ചേച്ചി ഇതാണ്, അടുത്ത ചേച്ചി ഞാൻ കോഴിക്കോട് വരുമ്പോ കാണിച്ചത്. അതെ, സൂടുണ്ടാവില്ലല്ലേ? സൂടുണ്ടാവില്ല. കോഴിക്കോട് പോകണമല്ലോ. അതെ, കോഴിക്കോട് എത്തണല്ലോ. ഇതാണ് ടെമ്പിൾ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിന്റെ ചുറ്റുമതിലിന്റെ പണി, അമ്പലത്തിന്റെ പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുവാണ്. അമ്പലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ കാർപ്പൻട്രി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. കാണുന്നുണ്ട്. സ്വാമി ശരണം. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പ്ലേറ്റ്സ് മേടിച്ചു. ഞങ്ങള് ഡിസ്പോസിബിൾ പ്ലേറ്റ് തപ്പിയിട്ട് വന്നതാണ്. ഡിസ്പോസിബിൾ പ്ലേറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഇഷ്ടം കാണുന്നില്ല.
നോക്കട്ടെ. അങ്ങനെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങി, അതുകൊണ്ട് തന്നെ കഞ്ഞി പുഴുക്കിന്റെ ഒന്നും ടേസ്റ്റ് നോക്കാൻ പറ്റിയിട്ടില്ല. സോ ലെറ്റ്സ് അത് ഈടിയാണ്. അതെ, എന്റെ മാളികപ്പുറമാണ് ഇത്. ഞാൻ രാവിലെ പറഞ്ഞോണ്ട് ആമിച്ചൻ ഇതാണ്. ദിസ് ഈസ് അവർ ഡൂഡൂസ്. അത് അമ്പലത്തിൽ കൊള്ളംകര കളിച്ചോണ്ടിരിക്കുകയാണ് ഇവര്. എന്നോട് കൂടി കൊള്ളാന്നാണ് പറയുന്നത്. അവളുണ്ടാക്കി വെച്ച കുളത്തില് മണ്ണ് വാരിയിടാണ് ഡൂഡൂസ്. ഫുൾ കംപ്ലീറ്റ് ആയി. അത് ലാസ്റ്റ് ആയിട്ടെ. അങ്ങനെ ഇന്നത്തെ ആ ഒരു ഡേ എൻഡ് ചെയ്യുവാണ്. ഇന്ന് നൈറ്റ് കഞ്ഞിയും പുഴുക്കൊക്കെ ഒരുപാട് ബാക്കിയുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിക്ക് ആള് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഒരുപാട് ഫുഡ് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും എക്സ്ട്രാ കുറച്ച് ഉണ്ടാക്കുമല്ലോ, അത് ടേസ്റ്റ് ആയാലും ആർക്കും തികയാതെ പോയിരുന്നുള്ളതുകൊണ്ട്. അപ്പം നൈറ്റ് കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. സോ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം. അവർ പോയി, എല്ലാം സുഖമായിട്ട് തന്നെ, യാത്ര എല്ലാം സുഖമാവട്ടെ. നാളെ വരും. അവിടുന്ന് 2.5 മണിക്കൂറേ ഉള്ളൂ ട്രാവൽ. നെക്സ്റ്റ് രാവിലെ തന്നെ തൊഴുത് നാളെ നൈറ്റ് ആവുന്ന സമയത്ത് അവരെത്തും. സോ അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നതായിരിക്കും. ബൈ.